ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാനിന്ന് സയൻസിൻ്റെ നമ്മൾ കുറേ നാൾ മുന്നേ ഒളിമ്പ്യാഡിന് വേണ്ടി കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും പിന്നെ കുറേ നമ്മൾ കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചിരുന്നു. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഒക്കെ അന്നത്തെ ആ ചാപ്റ്ററിൽ നിന്നുള്ള ഒളിമ്പ്യാഡിലെ 5th ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിനി അടുത്ത വർഷവും നല്ല യൂസ് ആവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോക്കാം. സയൻസ് Q&A എന്നാണ് ഞാൻ ഇതിന് കൊടുത്തേക്കുന്നത്. ഒളിമ്പ്യാഡിനും സ്കൂളിലെ എക്സാമിനും പലതിനും നമുക്കിത് യൂസ് ആവും. ഓരോ ചാപ്റ്ററിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയും 4 ചാപ്റ്ററും കൂടെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഇപ്പം നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. Refer to the given list of few animals. Which animal breathes through skin? ഇതിൽ ഏത് ആനിമൽ ആണ് സ്കിന്നിൽ കൂടെ ബ്രീത്ത് ചെയ്യുന്നതെന്ന്? ലിസാർഡ് അല്ല, സ്നേക്കും സ്കിന്നിൽ കൂടെ അല്ല ബ്രീത്ത് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഫ്രോഗും എർത്ത് ആണ്. ഇവർ രണ്ടുപേരും സ്കിന്നിൽ കൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. പക്ഷെ ഫ്രോഗ് ആണെങ്കിൽ കരയില് ലങ്സും പിന്നെ വെള്ളത്തില് സ്കിന്നുമാണ്. അപ്പൊ ഫ്രോഗിനെ തൽക്കാലത്തേക്ക് കൂട്ടണ്ട. പകരം എർത്ത് വാം ആണെങ്കിൽ എല്ലാ പ്രാവശ്യവും മുഴുവനും എർത്ത് വാം സ്കിന്നിൽ കൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഡി. ഇപ്പൊ നിങ്ങൾ എന്റെ ചാനൽ എന്നും കാണുന്ന ഞാൻ എന്നും വീഡിയോ ഇടാറില്ല. എന്റെ എല്ലാ വീഡിയോസും കാണുന്നവരാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണാം. ഞാൻ ഒരു പുതിയ ബോർഡ് വാങ്ങിച്ചു. എന്റെ പഴയ ബോർഡ് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഒരു പുതിയ ബോർഡ് വാങ്ങിച്ചു. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എർത്ത് വാം ആണ്. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കാരണം ആനിമൽസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ ഞാൻ ഇതിനെ കുറച്ച് ഫുൾ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആ ആനിമൽസിന്റെ ചാപ്റ്റർ കണ്ടാൽ മതി. എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി എർത്ത് വാം ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. An adult human has dash bones and about dash muscles present in our body. ഒരു അഡൽട്ട് ഹ്യൂമന് എത്ര മസിൽസും എത്ര ബോൺസും ഉണ്ടെന്നാണ് ഇതിൽ ചോദിച്ചേക്കുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്ര വലുതായാലും ഈ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനായിട്ട് ഒരു ആൻസർ നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ കുറച്ച് ടൈം തരാം, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇതിന്റെ ശരിക്കത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇത് നോക്കണം. ബോൺസിന്റെ എണ്ണം A ആണ്. A എന്ന് പറയുന്നത് 206 ബോൺസ് ആണ്. 206 ബോൺസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. പിന്നെ മസിൽസ് about 600 മസിൽസും ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ A ആണ് ആൻസർ. 206 ബോൺസും about 600 മസിൽസും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. Which all seeds dispersed by wind? ഇതിൽ ഏതൊക്കെ സീഡ്സ് ആണ് ഡിസ്പേഴ്സ്ഡ് ബൈ വിൻഡ് എന്ന്? അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന ഓപ്ഷൻ ഹിപ്റ്റേജ്, രണ്ടാമത്തത് കോക്കനട്ട്, പിന്നെ മൂന്നാമത്തത് ലോട്ടസ്, പിന്നെ നാലാമത്തത് പീസ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫസ്റ്റത്തെ ആണ് കറക്റ്റ് ആൻസർ. A ആണ് കറക്റ്റ് ആൻസർ. ഹിപ്റ്റേജ് ആണ്. കോക്കനട്ട് ഡിസ്പേഴ്സ് ആവുന്നത് വാട്ടറിൽ കൂടെയാണ്. കാരണം അത് വെള്ളത്തിൽ ഇട്ടാൽ പൊങ്ങിക്കിടക്കും. റിവേഴ്സിലൊക്കെ വീഴുമ്പോൾ അത് വേറെ സ്ഥലത്തോട്ട് ഒലിച്ചു പോയി അവിടെ പ്ലാന്റ് ആവുകയൊക്കെ ചെയ്യും. കോക്കനട്ട് ഡിസ്പേഴ്സ് ആവുന്ന വാട്ടറിൽ കൂടെയാണ്. ലോട്ടസും ഡിസ്പേഴ്സ് ആവുന്നത് വാട്ടറിൽ കൂടെയാണ്. പീസ് ഡിസ്പേഴ്സ് ആവുന്നത് എക്സ്പ്ലോഷനിൽ കൂടെയാണ്. കുറെ നാൾ കഴിയുമ്പോൾ ഉണങ്ങി പൊട്ടും. അങ്ങനെയാണ് പീസ് ഡിസ്പേഴ്സ് ആവുന്നത്. ഹിപ്റ്റേജ് ആണ് ശരിക്കും ഡിസ്പേഴ്സ്ഡ്
ഡിസ്പേഴ്സ്ഡ് ബൈ വിൻഡ്. ഹിപ്റ്റേജിന് രണ്ട് ചിറക് പോലത്തെ ഇത് കാണും, അത് വെച്ച് അത് പറന്നു പോകും. അതിന് പക്ഷെ ജീവൻ മീൻസ് അതൊരു സീഡാണ്. ആ സീഡ് ഡിസ്പേഴ്സ്ഡ് ബൈ വിൻഡ് എന്നുള്ളതിന്റെ ആൻസർ എ ഹിപ്റ്റേജ്. ഹിപ്റ്റേജ് ആണ്, ഹിപ്റ്റേജിന്റെ സീഡ്സ് ആണ് ഡിസ്പേഴ്സ്ഡ് ബൈ വിൻഡ്. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെഡിമെന്ററി റോക്ക്. അതായത് നമുക്ക് റോക്സ് ആൻഡ് മിനറൽസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതില് ഇതിന്റെ വീഡിയോ ആയിട്ടുണ്ട്. ഇതിലേതാണ് സെഡിമെന്ററി റോക്ക് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഒബ്സിഡിയൻ സെഡിമെന്ററി റോക്ക് ആണോ? അതൊരു ഇഗ്നീഷ്യസ് റോക്ക് ആണ്. ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം ലാവ കൂൾ ഡൗൺ ചെയ്തുണ്ടാവുന്നതാണ് ഒബ്സിഡിയൻ. ലൈംസ്റ്റോൺ സെഡിമെന്ററി റോക്ക് ആണോ? ആണ്. ലൈംസ്റ്റോൺ ഒരു സെഡിമെന്ററി റോക്ക് ആണ്. അപ്പൊ ഇതിന്റെ ശരിക്കത്തെ ആൻസർ ബി ലൈംസ്റ്റോൺ. ലൈംസ്റ്റോൺ ആണ് ഇതിന്റെ ശരിക്കത്തെ ആൻസർ. സി ബസാൾട്ട്. ബസാൾട്ടും ഒരു ഇഗ്നീഷ്യസ് റോക്ക് ആണ്. പിന്നെ ഡി മാർബിൾ, അത് മെറ്റാമോർഫിക് റോക്ക് ആണ്. മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുമ്പോൾ അത് ഈ മാർബിൾ ഉണ്ടാവുന്നത് ഇഗ്നീഷ്യസ് റോക്സിൽ നിന്നും ഈ മാർബിൾ ഉണ്ടാവുന്നത് ഒരു ഇഗ്നീഷ്യസ് റോക്ക് ഉണ്ട്, ഗ്നീസ് എന്ന് പറഞ്ഞിട്ട്. ഗ്നീസ് എന്ന് പറഞ്ഞ ഇഗ്നീഷ്യസ് റോക്കിൽ നിന്നാണ് മാർബിൾ ഉണ്ടാവുന്നത്. അപ്പം മാർബിൾ എന്ന് പറയുന്നത് ഒരു മെറ്റാമോർഫിക് റോക്ക് ആണ്. മീൻസ് ഈ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് റോക്സ് ഉണ്ട്, സെഡിമെന്ററിയും ഇഗ്നീഷ്യസും മെറ്റാമോർഫിക്കും. ഈ സെഡിമെന്ററിയും പിന്നെ ഇഗ്നീഷ്യസും കുറെ നാൾ കഴിയുമ്പോൾ അതിന്റെ കണ്ടൻസ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോഴാണ് മാർബിൾ ഉണ്ടാവുന്നത്. ഗ്നീസിന്ന് മാർബിൾ ഉണ്ടാവുന്നു. പിന്നെ എന്താണ്, പിന്നെ വേറൊരു സെഡിമെന്ററി റോക്കിൽ നിന്നാണ് സ്ലേറ്റ് സ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഒരു മെറ്റാമോർഫിക് റോക്ക് വരുന്നത്. അപ്പം ഈ മെറ്റാമോർഫിക് റോക്സ്, ഈ ഇഗ്നീഷ്യസ് റോക്സും സെഡിമെന്ററി റോക്സും കുറെ കാലം കഴിയുമ്പോൾ ചേഞ്ച് ചെയ്തുണ്ടാവുന്ന റോക്സ് ആണ് മെറ്റാമോർഫിക്. പക്ഷെ ഞാൻ ഇതല്ല ഇതിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സെഡിമെന്ററി റോക്ക്? അത് ലൈംസ്റ്റോൺ ആണ്. ലൈംസ്റ്റോൺ ഒരു സെഡിമെന്ററി റോക്ക് ആണ്. പിന്നെ ഈ ചോക്കിനായിട്ട് നമുക്ക് ചോക്ക് ഒരു തരം ലൈംസ്റ്റോൺ പോലത്തെ ഒരു സാധനമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.